എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ അപ്ഡേറ്റുകളും അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയ മിഡ് വീക്ക് എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഫിനാലെയുടെ പടിവാതിൽക്കൽ വെച്ച് ബിഗ് ബോസ് വീട് വിട്ടുപോയത് ശക്തരായ 2 മത്സരാർത്ഥികളാണ് ആദിലയും നെവിനും. ടോപ്പ് 5-ലെത്താൻ ഇരുവർക്കും സാധിച്ചില്ല. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ മനോഹരമായ അനുഭവങ്ങളെക്കുറിച്ചും തന്റെ പുറത്താകലിനെക്കുറിച്ചും ആരായിരിക്കും കിരീടം നേടാൻ അർഹനെന്നതിനെക്കുറിച്ചും ആദില തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആദിലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെലവഴിക്കാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായും മനോഹരമായ അനുഭവമായും ഞാൻ കരുതുന്നു. ഇത് കേവലം ഒരു മത്സരമായിരുന്നില്ല, എന്നെ തന്നെ പുതിയതായി കണ്ടെത്താനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവസരം നൽകിയ ഒരു യാത്രയായിരുന്നു. ഈ യാത്രയിൽ എന്നെ പിന്തുണച്ച് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എന്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ഒരു എലിമിനേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ടോപ്പ് 5-ൽ ഇടം നേടാൻ എനിക്ക് സാധിക്കില്ല എന്നൊരു അകത്തെ തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിടവാങ്ങൽ എന്നെ ഞെട്ടിച്ചില്ല. എങ്കിലും ഫിനാലെയുടെ പടിവാതിൽക്കൽ വെച്ച് പുറത്തായത് തീർച്ചയായും നിർഭാഗ്യകരമാണ്. ആ സുവർണാവസരം നഷ്ടപ്പെട്ടതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും മത്സരത്തിന്റെ ഭാഗമായി ഇതൊക്കെ സംഭവിക്കാം. പ്രേക്ഷകരുടെ തീരുമാനത്തെ ഞാൻ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. നൂറ ടോപ്പ് 5-ൽ ഇടം നേടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ടോപ്പ് 5 ലിസ്റ്റിൽ ബിഗ് ബോസ് കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടയാൾ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം അനീഷ് എന്നാണ്. അനീഷ് ഒരു തികഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. എല്ലാ ടാസ്കുകളിലും കാര്യങ്ങളിലും അദ്ദേഹം 100% പരിശ്രമം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സമർപ്പണവും ജെനുവിനിറ്റിയും തന്നെയാണ് അദ്ദേഹത്തെ വിജയിയാകാൻ ഏറ്റവും അർഹനാക്കുന്നത്. എന്റെ ഹൃദയം നിറഞ്ഞ ആഗ്രഹം അനീഷ് ഈ സീസണിലെ വിജയിയാകണം എന്നതാണ്. മറ്റു മത്സരാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നല്ല കളിക്കാരാണ്. ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഹൗസിനുള്ളിലെ ആ നല്ല നിമിഷങ്ങളെയും ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു. ഇവിടെ നിന്നുള്ള എന്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെന്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായി ഞാൻ കാണുന്നു. ബിഗ് ബോസ് നൽകിയ ഈ പ്ലാറ്റ്ഫോം ഞാൻ പരമാവധി ഉപയോഗിക്കും. നിങ്ങളുടെ എല്ലാം സ്നേഹവും പിന്തുണയും ഇനിയും എനിക്കുണ്ടാവണം എന്ന് ആദില വ്യക്തമാക്കി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലേക്കായി അവശേഷിക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്കായി വോട്ട് ചെയ്ത് അവരെ വിജയത്തിലേക്ക് നയിക്കുക. ആരാകും സീസൺ 7-ന്റെ വിജയി എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.